ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. എന്തൊക്കെയാണ് എല്ലാവരും? എത്ര പേര് എത്തിയിട്ടുണ്ട്? 10-11 പേര് എത്തിയിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? 24 പേരുണ്ട് മാതാജി. ഓ, വെരി ഗുഡ്. നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ എന്താ പറഞ്ഞത്? നമ്മള് ആരുടെ കഥയായിരുന്നു ഇന്നലെ പറഞ്ഞത്? ജഡഭരതന്റെ കഥ അല്ലേ? ജഡഭരതന്റെ കഥ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ യശവ യോഗീശ്വരന്റെ കഥ. ഋഷഭൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? ഋഷഭൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? നമ്മള് ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുക. എന്താണോ 20 ദശകം. എനിക്ക് പോലൊരു വിശ്വാസം ഇല്ലാത്ത 20 ദശകം വരെ പോകുന്നു. ഭരതമുനിയുടെ അച്ഛൻ. ഭരതമുനിയുടെ അച്ഛൻ. അച്ഛനല്ലേ അവര്? ജഡഭരതന്റെ കഥ. ജഡഭരതൻ. അല്ല, ജഡഭരതന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. നമ്മള് ഋഷഭയോഗീശ്വരൻ. കറക്റ്റാ. ജഡഭരതന്റെ അച്ഛനാണ് ഋഷഭയോഗീശ്വരന്. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ പൈതപ്രഭുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ എവിടേക്കോ കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ അല്ലേ? അങ്ങനെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എനിക്ക് അത്ര ഒന്നും എനിക്ക് അറിയില്ല. എന്നാലും എനിക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട്, പിന്നെ അനന്തപത്മനാഭന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് ഒരു ഭക്തന്റെ കഥയെന്നുള്ള രീതിയിൽ നമുക്ക് വില്ലമംഗല സ്വാമിയാരുടെ കഥയൊന്ന് പറയാം. വില്ലമംഗല സ്വാമിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ കൂടെ കളിക്കുന്ന ആളായിരുന്നു. അത്രയ്ക്കും കൃഷ്ണഭക്തനായിരുന്നു ഭഗവാൻ. ആ സമയം അവരുടെ ആ ഒരു സമകാലീനരായിട്ടുള്ള ആൾക്കാരാണ് ചൈതന്യ മഹാപ്രഭു, പിന്നെ വില്ലമംഗല സ്വാമിയാര്, പിന്നെ കുറൂരമ്മ, പൂന്താനം, എന്താ ഭക്തിയ, മഞ്ജുള, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അവരുടെ അടുത്ത് ചെന്നിട്ടുണ്ടല്ലോ ഭഗവാൻ കളിക്കാൻ വേണ്ടി ചെല്ലുമായിരുന്നു എന്നുള്ളത്. അത്രയ്ക്കും ഭക്തിയുള്ള ആൾക്കാരായിരുന്നു അവര്. അവരുടെ ആ നിസ്വാർത്ഥ സേവനത്തിൽ ഭഗവാൻ ഇത്രയും സന്തോഷമുണ്ടോ എല്ലാവരുടെയും അടുത്ത്. കുറൂരമ്മയുടെ അടുത്ത് ഭഗവാനാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു കുട്ടിയായിട്ട് ചെയ്യുന്ന കുറൂരമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ലേ? ചെയ്തു കൊടുക്കുന്നില്ലായിരുന്നു അവസാനം വരെ. അതേപോലെ വില്ലമംഗല സ്വാമിയാരുടെ അടുത്ത് കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഭഗവാൻ ഉണ്ടല്ലോ ഭക്തന്മാരുടെ അടുത്ത് തീർച്ചയായിട്ടും ചെല്ലും. വില്ലമംഗല സ്വാമിയുടെ അടുത്ത് ഒരു കുട്ടിയായിട്ട് അവിടെ ചെന്നു. കുട്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞു. വില്ലമംഗല സ്വാമിയാർക്ക് അറിയാമായിരുന്നു ഇത് സാക്ഷാൽ ഭഗവാനാണ്. പക്ഷെ കുറൂരമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വില്ലമംഗല സ്വാമിയാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അടുത്ത് തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും എന്നെ വഴക്ക് പറയാനോ ശാസിക്കാനോ പാടില്ല എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഉണ്ണിക്കണ്ണൻ 4-5 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടല്ലേ ചെല്ലുന്നത്. ആ കണ്ണന്റെ വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും സഹിക്കാൻ പറ്റാത്ത ആ വികൃതിയായിരുന്നു. അങ്ങനെ ആ വികൃതി കാണിച്ച് ഒരു ദിവസം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഞാൻ ഉടനെ പൊക്കളയും എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലെന്നുള്ളത്. അങ്ങനെ ആ ഒരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ട് വില്ലമംഗല സ്വാമിയാര് എന്തെല്ലാം ചെയ്തിട്ടും അതെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഒന്നും പറയാ, കുട്ടി ഒന്നും വഴക്ക് പറയേണ്ടിയോ പിടിച്ചടിക്കേണ്ടിയോ സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ മനസ്സിലുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ എൻ്റെ അടുത്ത് നിന്ന് പോകും. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ നോക്കൂ, കുറൂരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ ഭഗവാനല്ല, വീട്ടിൽ വന്നിരിക്കുന്ന ഒരു ജോലിക്കാരൻ പയ്യൻ എന്നുള്ള രീതിയിലാണ് കുറൂരമ്മ ചെയ്തത്. കുറൂരമ്മ ഒരിക്കലും പായസം വെച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ചെന്നിട്ട് അതുണ്ടല്ലോ ഭഗവാന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. പക്ഷെ കുറൂരമ്മയ്ക്ക് അറിയില്ലല്ലോ ഇത് സാക്ഷാൽ ഭഗവാനാണെന്നുള്ളത്. നിവേദ്യത്തിന് വെക്കുന്നതിന് പോയിട്ട് ഭഗവാൻ ചെന്നിട്ട് അതിൽ നിന്ന് കൈയിട്ട് വാരി കഴിച്ചു. ദേഷ്യം വന്ന് കൈ രണ്ടും കൂടെ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുട്ടകം ഇരിപ്പുണ്ടായിരുന്നു. ആ കുട്ടകത്തില് പിടിച്ച് അടച്ചിട്ടു. എന്താ പറയുന്നത്, കുട്ടിക്കളി മൂത്തു കൂടാമുടച്ചപ്പോഴാരെ കുട്ടകത്തിൽ അടച്ചിട്ടു കൂറൂരമ്മ എന്താ ചെയ്തത്? കുട്ടകത്തിൽ പിടിച്ച് അടച്ചിട്ടു. പക്ഷേ എന്താ ഭഗവാൻ അതൊരു സൗകര്യമായി. ആ കരിയെല്ലാം കൂടെ വാരി മുഖത്തെല്ലാം തേച്ചു, ദേഹത്തെല്ലാം തേച്ചു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരുണ്ണിക്കണ്ണൻ പങ്കജാക്ഷൻ കടൽ വർണ്ണൻ ഇരവും പകലും എന്റെ ഉള്ളിൽ വാഴേണം. കുറൂരമ്മ ഭഗവാൻ എന്താ പറയുന്നത്? ഞാൻ ശ്യാമസുന്ദരനും ഭുവനസുന്ദരനും എന്തുകൊണ്ടായതെന്നറിയാമോ? കുറൂരമ്മ എന്നെ പിടിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടകത്തിൽ അടച്ചിട്ടു. എല്ലാരും വെളുത്തിരിക്കുക. ബലരാമ വെളുത്തതാ, നന്ദബാബ വെളുത്തതാ, യശോദാമയ്യ വെളുത്തതാ, എല്ലാരും വെളുത്തതാ. പക്ഷെ അന്നേരം അവിടെ ഭുവനസുന്ദരനെ ആരെങ്കിലും വേണ്ടായോ? അതിന് ഞാൻ എന്ത് ചെയ്തു? കുറൂരമ്മയുടെ
ആ കുട്ടകത്തിലെ കരിയെല്ലാം കൂടെ വാരി ദേഹത്ത് തേച്ചു എന്നുള്ളത്. അങ്ങനെയാ ഞാൻ ഭുവനസുന്ദരനായി എന്ന് പറയുന്നത്. ആരെങ്കിലും ഭഗവാനെ കാലിയ അല്ലെങ്കിൽ കർമ്മൻ എന്ന് പറഞ്ഞ അല്ലമ്മ, ഞാൻ കാലിയായും അല്ല, ഞാൻ കറമ്പനും അല്ല. ഞാൻ ആരാ? ഞാൻ അതുകൊണ്ടാ ഭുവനസുന്ദരനായതും ശ്യാമസുന്ദരനായതും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭുവനസുന്ദരനും ആവില്ലായിരുന്നു, ശ്യാമസുന്ദരനും ആവില്ല. എല്ലാവരെ പോലെ ഞാനും വെളുത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാവുന്നത്? എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉള്ളവർക്കല്ലേ അവിടെ സെലക്ഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭുവനസുന്ദരനും ശ്യാമസുന്ദരനും ആയമ്മ എന്ന് ഭഗവാന്റെ ആ കൊഞ്ചിയുള്ള പറച്ചിലുകളും അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാവന പോലെ ഇരിക്കും. ഭഗവാനോട് നമ്മൾ എങ്ങനെയാണ് റെസിപ്രൊക്കേഷൻ ചെയ്യുന്നത്, അതേപോലെ ഭഗവാൻ നമ്മളോട് തിരിച്ചു അതേപോലെ നമ്മുടെ ആ ഒരു ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഭാവത്തിൽ തന്നെ ഭഗവാൻ തിരിച്ച് നമ്മളോട് ഇത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം വില്ലമംഗല സ്വാമിയാരാണെന്നുണ്ടെങ്കിൽ ദിവസം പൂജപ്പാട്ടുകളെല്ലാം ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് പായസം, പാൽപ്പായസം ഉണ്ടാക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് പക്ഷെ കണ്ണം വരുന്നില്ല. ഇത്രയും സമയമായതൊക്കെ എന്തു പറ്റി കണ്ണാന്നിങ്ങനെ വില്ലമംഗല സ്വാമിയാർ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കുക. പക്ഷെ കുറെ സമയം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഓടി ഓടി വരുന്നു. ഓടി ഓടി വന്നപ്പോഴെന്താ കയ്യിലും മുഖത്തും ദേഹത്തും എല്ലാം കരി. അന്നേരം ചോദിച്ചു, എന്താ കണ്ണാ ഇത് എന്താ പറ്റി? ആ കുറുരമയുണ്ടല്ലോ, ആ കുറുരമ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പായസം വെച്ചപ്പോഴാണ്, പായസം അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതിലൊരു ശകലം എടുത്തിട്ട് കഴിച്ചപ്പോഴുണ്ടല്ലോ ആ കുറുരമ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ടല്ലേ പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനത് കഴിക്കാൻ ചെല്ലുമ്പോൾ കുറുരമ എന്ത് ചെയ്തു? എന്നെ പിടിച്ച് കുട്ടകത്തിലിട്ടിട്ട് കമത്തി അടച്ചു, ആ കരിക്കലത്തിലിട്ടിട്ട് കമത്തി അടച്ചു. അതുകൊണ്ട് എന്താ പറ്റിയേ? കുട്ടിക്കളി മൂത്തു മൂത്തു കൂട മുടച്ചപ്പോഴാരെ കുട്ടകത്തിലടച്ചിട്ടു കുറൂരമ്മ. കുറൂരമ്മ. ആ കുറൂരമ്മ പിന്നെ എന്റെ കുട്ടകത്തിൽ അടച്ചിട്ടു. ഞാൻ എങ്ങനെങ്കിലും അതിനെയൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ട് ഞാൻ ഓടി വരുവാ. വില്ലമംഗല സ്വാമിയാരെ അങ്ങയുടെ അടുത്ത് ഞാൻ ഓടി വരുവാ. എന്തിനു വേണ്ടിയിട്ടാ? അങ്ങയുടെ പായസവും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വരും. അങ്ങനെ ആ ഭഗവാന്റെ ആ ഒരു ലീലകൾ നോക്കൂ. ഗോകുലത്തിൽ മാത്രമല്ല ഭഗവാൻ ലീലകൾ ആടിയെന്നുള്ളതാ. ഗുരുവായൂരപ്പന്റെ സന്നിധിയില് ഗുരുവായൂരപ്പനായിട്ട് അവിടെ നിന്നിട്ടും ഭഗവാൻ ഇങ്ങനെ ഭക്തർക്ക് ഇങ്ങനെ ആനന്ദം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാ. വില്ലമംഗല സ്വാമിയാര് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഈ കണ്ണന് വില്ലമംഗല സ്വാമിയാരുടെ അടുത്തും കുറൂരമ്മയുടെ അടുത്തും ഭൂതാനത്തിന്റെ അടുത്തും എല്ലാവരും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് തന്റെ സാന്നിധ്യം അറിയിച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വില്ലമംഗല സ്വാമിയാർ എന്ത് ചെയ്തു? നിറയെ ഉരുളി നിറയെ പായസം ഉണ്ടാക്കി. അന്ന് എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ഭഗവാൻ നേരിക്കാൻ വേണ്ടിയിട്ട്. ഈ കണ്ണൻ എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചു വെച്ചു. ആ പായസത്തിൽ മൂത്രം ഒഴിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നു വില്ലമംഗല സ്വാമിയാർ എന്ത് ചെയ്തു? പുറം കൈ കൊണ്ട് ഇങ്ങനെ തട്ടി അങ്ങ് മാറ്റി. ഭഗവാനെ അങ്ങോട്ട് തട്ടി മാറ്റി, പുറകിലോട്ട് തട്ടി മാറ്റി എന്നുള്ളതാ. അന്നേരം ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഇപ്പൊ എന്നെ തട്ടി മാറ്റിയില്ലേ, അതും പുറകോട്ട് തട്ടി മാറ്റി എന്നുള്ളത്. പുറകോട്ട് തട്ടി മാറ്റിയില്ലേ, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇറങ്ങുക ചെയ്യുന്നത്. വില്ലമംഗല സ്വാമിയാർക്ക് അന്നേരത്തെ ആ ഒരു ഇതിന് അങ്ങനെ ചെയ്തതുണ്ടെങ്കിലും കണ്ണൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കുന്ന കാര്യമാണ്? കൂടെ സാക്ഷാൽ ഭഗവാനല്ലേ ആ മുകുന്ദന്, ആ പദാരവിന്ദം കണ്ടുകൊണ്ട് എപ്പോഴും ഇരിക്കുന്ന ആ സ്വാമിയാർക്ക് എന്തെങ്കിലും അത് ഭഗവാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചില്ല. പക്ഷെ പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനന്തക്കാട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലമംഗല സ്വാമിയാരുടെ സങ്കടം കണ്ടിട്ട് അനന്തക്കാട്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണാൻ പറ്റുമെന്ന് ആ ഒരു സെന്റൻസ് പറഞ്ഞിട്ടാ ഭഗവാൻ പോയി എന്നുള്ളതാണ്. വില്ലമംഗല സ്വാമിയാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം എല്ലാം ഇട്ട് എറിഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഭഗവാനെ അനന്തക്കാടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ അനന്തക്കാട് തേടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാ. മാസങ്ങൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ അനന്തക്കാട് എവിടെയാണെന്നുള്ള ഒരു പിടിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഭഗവാനെ തേടി തേടി നടന്നു എന്നുള്ളതാ. തേടി തേടി ഞാൻ വലഞ്ഞു. അവസാന സമയത്ത് ഭഗവാനെ എന്റെ ഒരു പരീക്ഷണമാണ് അങ്ങയുടേത്. എനിക്ക് ഞാൻ എവിടെ നിന്നാണ് അങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ദർശിക്കുക ഭഗവാനെ, എന്റെ തെറ്റുകളെല്ലാം പൊറുക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വില്ലമംഗല സ്വാമിയാർ വെച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കടൽത്തീരത്തൂടെയാ പോകുന്നത്. നേരം കടൽത്തീരത്ത് എവിടെ ആണെങ്കിൽ ഒരു ചെറിയ കുടിലില് ഒരമ്മ ഒരു കുട്ടിയെ ശാസിക്കുക, നീ കൂടുതൽ കുസൃതി ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ അനന്തക്കാട്ടി കൊണ്ട് കളയുമെന്ന്.
മനസ്സിലായോ? ഈ അനന്തക്കാടിന്റെ പേര് കേട്ട സമയത്ത് വില്ലുമംഗല സ്വാമിമാര് പെട്ടെന്ന് അവിടെ നിന്നു എന്നുള്ളതാ. നിന്നിട്ട് അന്നുണ്ടെങ്കിൽ ചെന്നു ആ അമ്മയോട് ചോദിച്ചു ഈ അനന്തക്കാട് എവിടെയാണെന്ന്. അന്നേരം അവര് പറഞ്ഞു ദേ ഇതാണ് അനന്തക്കാട്, അതിന് തൊട്ട് മുന്നിൽ തന്നെയാണ് അനന്തക്കാട്. അങ്ങനെ ആ ഭഗവാൻ ആ അനന്തകാടിലോട്ട് അല്ല വെല്ലുമംഗല സ്വാമിയുടെ സന്തോഷത്തോടു കൂടി വരുന്ന സമയത്ത് ഭഗവാനാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ആൽമരത്തിൽ ഇങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ശംഖചക്ര ഗദാധാരിയായിട്ട് കിടക്കുക ആള്. കിടന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മരമേ ഇങ്ങനെ പിഴുതു വീഴുന്നു. ഭഗവാന്റെ ആ ഒരു ദർശനം, ഒരു ബൃഹത് രൂപത്തിലുള്ള ആ ഒരു ദർശനം പറയുന്നുണ്ട്. ആ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളിക്കവിള തൊട്ട് പിന്നെ തിരുവല്ല പരശുരാമന്റെ ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ, അങ്ങനെ ആ 3 സ്ഥലങ്ങളിലായിട്ട് അത്രയ്ക്കും വിശാലമായിട്ടുള്ള ആ ഒരു ബൃഹത് രൂപം ഭഗവാന്റെ ആ ഒരു കാണുന്നു എന്നുള്ളതായെങ്കിൽ ഇപ്പം നമ്മുടെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന അത് തന്നെ. അന്നേരം വെല്ലമംഗല സ്വാമിയാര് പറഞ്ഞു ഭഗവാനെ ഇത്രയും ഒരു ബൃഹത്, എനിക്കറിയാം അങ്ങ് ലോകം മൊത്തം അങ്ങയുടേതാണ്. ഈ 14 ലോകങ്ങളും 2 അടി കൊണ്ട് 3 ലോകം അളന്നെടുത്തതാണ് അങ്ങ്. പക്ഷെ അങ്ങ് ഇങ്ങനെയുള്ള ഒരു രൂപം ഞാൻ എങ്ങനെയാ ഭഗവാനെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെച്ചപ്പോ ഭഗവാൻ ഇപ്പം നമ്മുടെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു വിഗ്രഹം ഉണ്ടല്ലോ ആ രൂപത്തില് ചെറുതായിട്ട് വില്ലമംഗല സ്വാമിയാർക്ക് പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ അതിനെ കൊടുക്കുന്നു. അനന്തക്കാടായിരുന്നു പണ്ട് അവിടെ ഉള്ളായിരുന്നത്. അതുകൊണ്ട് അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം എന്നുള്ള ആ ഒരു പേര് വന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ വില്ലമംഗല സ്വാമിയാർ തന്നെ അവിടെ പൂജാതി കർമ്മങ്ങളും, പിന്നെ രാജാവ് വന്നിട്ട് അമ്പലം വെക്കുകയോ, പിന്നെ അങ്ങനെ ആ ഭഗവാന്റെ പൂജകൾ നിത്യപൂജ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ വലിയ ഒരു മഹാക്ഷേത്രമായിട്ട് അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വായിച്ചതും ഇങ്ങനെ ആചാര്യന്മാര് ഇങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുള്ള ആ കഥ വെച്ചിട്ടാണ് നിങ്ങൾക്കിത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ മൂന്ന് ദർവാജയല്ലേ അവിടെ, 3 വാതിലുകളല്ലേ. ആ 3 വാതിലുകളില് എവിടെയാ ശിരസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒരു ദർവാജയുടെ അവിടെ ആദ്യത്തെ ആ വാതിലിന്റെ അവിടെ, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടല്, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പൂക്കൾ കുടയുന്ന ബ്രഹ്മാവ് വരുന്നുണ്ട്. പിന്നെ അന്നുണ്ടെങ്കിൽ 33 കോടി ദേവതകൾ, അങ്ങനെ എല്ലാ ആൾക്കാരും, പിന്നെ കാൽപാദത്തിലെ ഭൂമിദേവി ലക്ഷ്മി ദേവി നിന്നിട്ട് ഭഗവാന് സേവ ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇനി അതിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ പറഞ്ഞത് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരണം. അനന്തപത്മനാഭ സ്വാമി അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു. എല്ലാ ആൾക്കാരും ഇപ്പൊ നോക്കൂ, ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയൊരു റഷ് ഒന്നുമില്ലായിരുന്നു, തള്ളില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആ നിധി കിട്ടിയെന്നുള്ള ആ അത്രയും നിധി കൂമ്പാരം അവിടെ ഉണ്ടെന്നറിഞ്ഞ് എല്ലാ ആൾക്കാരും, വേൾഡിലുള്ള എല്ലാ ആളുകളും അറിഞ്ഞു കഴിഞ്ഞതോടുകൂടിയ എല്ലാ ആളുകളും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയത്, ഇത്ര പിന്നെ ഗർദി റഷ് തുടങ്ങിയത് എന്നുള്ളത്. അങ്ങനെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അനന്തപത്മനാഭന്റെ മെയിൻ ദാസന്മാരാണ് നമ്മുടെ ഇസ്കോണിന്റെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ പൈതൽ പ്രഭു. അവരെല്ലാരും അനന്തപത്മനാഭന്റെ തന്നെ ഒരു ഇതല്ലേ എഴുതിയിരിക്കുക, അനന്തപത്മനാഭ കി ജയിന്നല്ലേ പൈതപ്രഭു എപ്പോഴും പറയുന്നത്. അന്നേരം അതിന്റെ അർത്ഥം അവരെല്ലാവരും ആ ഭഗവാന്റെ ദാസര്, എല്ലാവരും ഭഗവാന്റെ ദാസര് തന്നെ. പക്ഷെ അതാത് ദേശത്ത് താമസിക്കുമ്പോഴുണ്ടല്ലോ ആ ദേശത്തിൻ്റെതായിട്ടുള്ള നമുക്ക് ആ ദേശത്തിന്റെ ദേവൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് നമുക്ക് കുറേ കൂടി കൂടുതൽ ഒരു ഇന്റിമേഷൻ വരുമല്ലോ. അങ്ങനെ ആ ഒരു ഇത് എല്ലാവർക്കും അനന്തപത്മനാഭന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാരായണീയ ക്ലാസ്സിലേക്ക് തുടങ്ങാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എനിക്കൂടി കറക്റ്റ് ചെയ്ത് തരണം, പറഞ്ഞു തരണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ എന്താ നമ്മൾ പറഞ്ഞത്, നാവികയുടെ മേരുദേവിയുടെയും കൂടി പുത്രനായിട്ട് ആരാണ് വന്നിരിക്കുന്നത്, ഋഷഭയോഗീശ്വരൻ. അന്നേരം നാവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യാഗം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം അവിടെ വന്നു. പക്ഷെ മുനിശ്രേഷ്ഠന്മാരാ സ്തുതിക്കപ്പെട്ട ആ ഭഗവാൻ എന്ത് ചെയ്തു, മുനിശ്രേഷ്ഠന്മാര് തന്നെയാണ് പറഞ്ഞത് നാവിക്കൊരു പുത്രൻ വേണമെന്നുള്ളത്. അങ്ങനെ അങ്ങയെപ്പോലെ ഒരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങയെപ്പോലെ ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു, ഞാൻ തന്നെ സ്വയം അവതരിക്കാം. അതുകൊണ്ട് ഭഗവാൻ സ്വയം നാവിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് അവിടെ വന്നു.
വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സൽഗുണ സമ്പന്നനായിരുന്നു. എല്ലാ ജനങ്ങൾക്കും ഭയങ്കര പ്രിയനായിരുന്നു. നാവിയും മേരുദേവിയും കൂടി പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സമയമുണ്ടല്ലോ, വനവാസ സമയത്ത് എന്താ ചെയ്തത്? ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന സമയം ഇവിടെ മേരുദേവിയും പോയിട്ടുണ്ട്. സാധാരണ അങ്ങനെ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ മേരുദേവിയും കൂടി നാവിയുടെ അവിടെ പോയി. അവരങ്ങനെ വനത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം കിട്ടി ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഋഷഭ യോഗീശ്വരനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അസൂയ ഉണ്ടാക്കുന്നത് വിധം രാജ്യം ഭരിച്ചു. രാജ്യം ഭരിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ അജനാവ് വർഷത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവില്ല. എല്ലാവർക്കും എല്ലാം സമർത്ഥിയാണ്. അത് കണ്ടിട്ടുണ്ടല്ലോ ഇന്ദ്രന് എന്ത് വന്നു? ഈർഷ വന്നു. ഈർഷ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. അജനാവ് വർഷത്തില് നാവിയുടെ ഈ ഋഷഭ യോഗീശ്വരന്റെ ആ ദേശത്ത് മഴ പെയ്യിക്കുന്നില്ല. അങ്ങനെ ഭഗവാനല്ലേ ഋഷഭന്. അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ യോഗബല ശക്തിയാല് ആ ദേശത്ത് മഴ പെയ്യിപ്പിച്ചു. ഇന്ദ്രന്റെ യാതൊരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, അദ്ദേഹത്തിന്റെ യോഗബല ശക്തിയില് മഴ പെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. അത്ര വരെ നമ്മള് ഇതില് പഠിച്ചത് അല്ലേ? ഇത്ര വരെയല്ലേ പഠിച്ചത്? അതെ അതെ മാതാജി. ഉറങ്ങിപ്പോയോ എല്ലാരും? ഇല്ലില്ല, അതെ മാതാജി. ഏ കഥ കേട്ടോണ്ടിരിക്കണം. പത്മനാഭ സ്വാമി അവിടെ അടുത്ത് അങ്ങനെ കഥ കേട്ടോണ്ടേയിരുന്നു. എല്ലാ മയക്കത്തിലുണ്ടാവും എല്ലാവരും. അയ്യോ, എല്ലാരും മയങ്ങിയോ? പത്മനാഭ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു എല്ലാവരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം എടുത്തോ? ഓ, കിട്ടുന്നു. നിങ്ങളൊക്കെ അവിടെ ഉള്ള ആൾക്കാരല്ലേ. നമുക്ക് ഈ നാരായണിയൊക്കെ ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷം വന്നിട്ട് അവിടെ വായിച്ചായിരുന്നു. അതിന് നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി വായിക്കാം. ഗുരുവായൂര് ഈ നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാന്റെ ലീലകളല്ലേ. അതിന് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണിത്. അത് ഏത് ക്ഷേത്രത്തിൽ പോയി നാരായണി വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇതൊക്കെ തീരുമ്പോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വായിക്കാം. എന്തായാലും എല്ലാരും മയക്കത്തിൽ നിന്ന് ഉണർന്നോ? പഠിച്ചത്. ഹരേ കൃഷ്ണ പറഞ്ഞു എല്ലാരും. ഹരേ കൃഷ്ണ. ഉണർന്നു, എല്ലാവരും ഉണർന്നു. ക്ലാസ്സിലേക്ക് പോവാം മാതാജി. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ 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 രാമ 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 ഹരേ ഹരേ. ആ ഒരു നാമം മാത്രം മതിയല്ലോ നമുക്ക് ഉണരാൻ വേണ്ടിയിട്ട്. ഉണർന്നല്ലോ അല്ലെ? അതായത് നമ്മൾ 5 വരെ പഠിച്ചു. ഇനി അടുത്തത് 6ാമത്തത്. ജിതേന്ദ്രദത്താം കമനീ ജയന്തി അതോ ദഹന്നാത്മരദാശയോപി അജീജന തത്ര ശതം ധനൂജാൻ യേഷാം സിദിശോ ഭരതഗ്രജന്മാ. ജിതേന്ദ്രദത്താം കമനീ ജയന്തി അതോ ദഹന്നാത്മരദാശയോപി അജീജന തത്ര ശതം ധനൂജാൻ യേഷാം സിദിശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രദത്താം കമനീ ജയന്തി അതോ ദഹന്നാത്മരദാശയോഭി അജീജന തത്ര ശതം ധനൂജാൻ യേഷാം സിദിശോ ഭരതോഗ്രജന്മാ. ജിതേന്ദ്രദത്താം കമനീ ജയന്തി അതോ ദഹന്ന ആത്മരദാശയോഭി അജീജന തത്ര ശതം തനൂജാൻ യേഷാം സിദിശോ ഭരതോഗ്രജന്മ. യേഷാം സിദിശോ ഭരതോഗ്രജന്മ. ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. ജിതേന്ദ്രദത്താം കമനീയം ജയന്തീം അതോ ദഹന്നാത്മരദാശയോപി അജീജനസ്തത്ര ശതം തനുജാൻ യേഷാം ക്ഷിതിശോ ഭരതാഗ്രജന്മാ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരി ബോൾ. വായിച്ചോളൂ അടുത്ത ആള്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ജിതേന്ദ്രദത്താം കമനീം ജയന്തി മധോദ്വഹന്നാത്മരഥാശയോവി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശിരീശോ ഭരതോഗ്രജന്മ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചോളൂ അടുത്ത ആള്.
കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബോലോ. നമോ ഭഗവതേ വാസുദേവായ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അതോദ്വഗൻ ആത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ശിരീശോ ഭരതോഗ്രജന്മ. ഹരി ഹരേ ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രവചനം വായിക്കൂ. കൃഷ്ണ മാതാജി. വായിച്ചു. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അധോദ്വഹന്നാത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ജിതേന്ദ്രദത്താം കമനീം ജയന്തിയും. ജിതേന്ദ്രനാണെന്നുണ്ടെങ്കിലും എങ്ങനെയാ? ഇന്ദ്രനെ ജയിച്ചപ്പോഴ് ജയന്തി, ഇന്ദ്രന്റെ മകളായിട്ടുള്ള ജയന്തിയെ അവിടെ കല്യാണം കഴിക്കുന്നു. അതോദഹന്നാത്മരഥാശയോപി അജീജനാൻ തത്ര ശതം തനൂജാനേഷാം ശിരീശോ ഭദ്രോഗ്ര ജന്മ. ആ ജയന്തി എന്ന കനികയെ വിവാഹം ചെയ്തിട്ട് ആ ജയന്തിയിൽ എത്ര പുത്രന്മാരുണ്ടായി? 100 പുത്രന്മാര് ഉണ്ടായി. അതില് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ജഡഭരതന്റെ കഥ പറഞ്ഞല്ലോ, അതിലെ ഒരു പുത്രനാണ് ഭരതന്. ആ ഭരതനെ പിന്നെ രാജാവാക്കി എടുക്കുന്നത്. ജിതേന്ദ്രദത്ത കമനീം ജയന്തി. ജിതേന്ദ്രനാണെന്നുണ്ടെങ്കിലും ഇന്ദ്രത്തെ ജയിച്ചവനാണെന്നുണ്ടെങ്കിലും ഈ ലോകത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഈ മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെറും നമുക്ക് ടെൻഷൻ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനല്ലേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ദുഃഖാലയം അശാശ്വതമാ ഈ ഭൂമി. എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ, അശാശ്വതമാണ്. പക്ഷേ ഭഗവാൻ നോക്ക്, ഋഷഭയോഗീശ്വരനാണ്. ജിതേന്ദ്രിയങ്ങളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ്. എന്നാൽ തന്നെ ഇന്ദ്രനെ ഉത്കർഷ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്യിപ്പിച്ചില്ലായിരുന്നല്ലോ. അങ്ങനെ മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ ഇന്ദ്രന് സന്തോഷമായിട്ട് എന്ത് ചെയ്തു? ജയന്തി എന്ന് പറയുന്ന തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു ഋഷഭന്. അങ്ങനെ ആ ഋഷഭൻ അജീജനത്ര ശതം തനൂജ, എത്രയാ? 100 പുത്രന്മാര് ഉണ്ടായി. യേശാൻ തിരിശോ ഭരതോഗ്ര ജന്മ. അതിലെ ഭരതനും ആ 100 പുത്രന്മാരില് ഉൾപ്പെടുന്നതായിരുന്നു. ജിതേന്ദ്രദത്താം കമനീം ജയന്തി യദോദകന്നാത്മരഥാശയോഭി അജീതനസ്തത്ര ശതം തനൂജാനേഷാം ശിരീശോ ഭരതോഗ്രജന്മ. അതിലാരാണ്? ഭരതനും ഉൾപ്പെടുന്നു. നവാഭവൻ യോഗിപരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ ശൈകാസുധീശീരിതവ ശേഷപുത്ര തപോബലാത് പൂസുരപൂയമീയോ. നവാഭവൻ യോഗിപരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ ശൈകാസുധീശ തവ ശേഷപുത്ര തപോബലാത് പൂസുരപൂയമീയോ. നവാഭവൻ യോഗിപരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ ശൈകാസുധീശീത തവ ശേഷപുത്ര തവോബലാത് പൂസുരപൂയമീയോ. ശൈകാതോ സീതി തവ ശേഷപുത്ര തവോബലാത് പൂസുരപൂയമീയോ. നവാഭവ യോഗിപരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ ശൈകാസുധീശ തവ ശേഷപുത്ര തവോബലാ പൂസുരപൂയമീയോ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാസുധീശി തവ ശേഷപുത്ര തപോബലാത് ഭൂസുരഭൂയമീയോ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആള്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നവാഭവൻ യോഗി വര നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതോസീതവ ശേഷപുത്ര തപോബലാത് പൂസുരപൂയമീയും. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. വെരി ഹരേ ഗുഡ്. കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നവാഭവൻ യോഗിവരാ നവേന്യ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സ്വദീശീസ്തവ ശേഷപുത്ര സ്തവോബലാത് പൂസുരപൂയമീയു. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഈ വായിക്കാത്ത ആൾക്കാരോടൊന്ന് വായിച്ചേ.
പുസ്തകം മടക്കിയിരിക്കുന്നോ? യോഗി വരാനവാന്യേ കപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതദീശിസ്തവ ശേഷപുത്ര തപോബലാദ്ഭൂസുരഭൂയമീയൂഃ. ഹരേ കൃഷ്ണ. വായിക്കാത്ത ഒരാളോട് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഉം. നവാഭവൻ യോഗിവര നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാതശീതിസ്തവ ശേഷപുത്ര തപോബലാൽ ഭൂസുരഭൂയമീയൂഃ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. എത്ര നല്ലതായിട്ടാ വായിക്കുന്നത് നോക്കൂല്. അങ്ങനെ നമ്മൾ മടിച്ചിരിക്കരുത് കേട്ടോ, വായിക്കണം. വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അതിനൊരു പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് വായിക്കാൻ മുന്നോട്ട് വരണം. അന്നേരം നമുക്ക് എത്ര വേണമെന്നുണ്ട് 3, 4, 5, 6, 7, 8 പേരെ നമ്മൾ വായിപ്പിക്കാം. നിങ്ങൾ വരാത്തത് കൊണ്ട് സമയം ഞാനത് എടുക്കാത്തെന്നുള്ളതാ. അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം, വായിക്കണം. നമ്മളെ എല്ലാം പഠിച്ചിട്ടുള്ളത് ആരാ സ്കോളേഴ്സ് ഉള്ളത്? ആരും സ്കോളർമാരൊന്നുമല്ല. എത്ര സ്കോളർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ നാരായണി വായിക്കുന്ന സമയം മനസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ തെറ്റി പാളിഷായി പോകുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പേടി വെക്കണ്ട. തെറ്റാണെങ്കിൽ തെറ്റാവട്ടെ, അതിനെന്താ, നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ ഈ സംസ്കൃതത്തിന്റെ ഇത്രയും കട്ടി സംസ്കൃതം അല്ലേ വായിക്കുന്നത്. അതും നോക്കുക, ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കുണ്ടല്ലോ ഈ നാരായണീയത്തിന്റെ ബുക്ക് തൊടാൻ പറ്റൂ എന്നുള്ളത്. പുണ്യപാപങ്ങൾ ഒരുമിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. അതുകൊണ്ട് എല്ലാവരും വായിക്കാൻ മുന്നോട്ട് വരണം. ഓക്കെ. നവാഭവൻ യോഗി വരാ നവാന്യേ. അന്നേരം 100 പുത്രന്മാരല്ലേ ഋഷഭയോഗീശ്വരനുണ്ടായത്. അവരിൽ 9 പേരെന്തായി? യോഗിവരന്മാരായി. മനസ്സിലായി പറഞ്ഞത്? നവയോഗികളായിട്ട് അവര് മാറി എന്നുള്ളതാണ്. സ്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ. പിന്നെയോ 9 പേരെന്ത് ചെയ്തു? ഭാരതവർഷഖണ്ഡാൻ. ഭാരതത്തില് അവര് 9 പേര് രാജ്യത്തിൽ തന്നെ നിന്നു. അതിലെ ഏറ്റവും മൂത്ത ആളായിരുന്നു ഭരതന്. അതുകൊണ്ട് ഭരതന് രാജ്യം ഭരിച്ചു. ബാക്കി എല്ലാവരും ആ രാജ്യത്തിന്റെ 9 പേര്. 9, 9, 18. അങ്ങനെ ശൈകാസ്വതി ചീത്തവ ശേഷപുത്ര. അവരുടെ ശേഷപുത്രനായിട്ടുള്ള ബാക്കി 82 പേരില്ലേ? 18 പേരല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ 82 പേരെന്ത് ചെയ്തു? തപോബല ഭൂസുര ഭൂയമീയോ. അവര് തപസ്സികളായിട്ട് അങ്ങ് പോയി എന്നുള്ളതാ. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം അങ്ങനെയുള്ള ആ ഒരു ഒന്നുമില്ല. അതല്ല സത്യയുഗത്തിലെ കാര്യമാണെന്ന് ഓർത്തോണം. അങ്ങനെയുള്ള അതല്ല അവർക്ക് ആ സത്യയുഗത്തിലെ യുഗധർമ്മം തന്നെ എന്തായിരുന്നു? തപസ്സായിരുന്നു. മനസ്സിലായി പറഞ്ഞേ? അതായത് 9 പേര് നവയോഗികളായിട്ട് പോയി. 9 പേര് രാജ്യം ഭരിച്ചു, രാജ്യത്തിൽ തന്നെ നിന്നു. അതിലെ മൂത്ത ആളായിരുന്നു ഭരതന്. ആ ഭരതൻ രാജ്യം ഭരിക്കുന്നു. ബാക്കിയുള്ള ശേഷപുത്രകളെ എവിടെ പോയി? തപോബലാത്. തപസ്സിന് വേണ്ടിയിട്ട് അവര് അങ്ങനെ ഹിമാലയത്തിലോട്ട് പോകുന്നു. ഉക്താസുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തൻ മുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസവൃത്തി അദാജഡോന്മത്യ പിശാചചര്യ. ഉക്താസുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തൻ മുക്തിമാർഗ സ്വയം ഗതാ പാരമഹംസവൃത്തി അദാജഡോന്മത്യ പിശാചചര്യ. ഉക്താസുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തന്വിത മുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസവൃത്തി അദാ ജഡോന്മത്യ പിശാചചര്യ. അങ്ങനെ മക്കളെല്ലാവരും ഒന്ന് സെറ്റിലായി കഴിഞ്ഞു. രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് ഭരതനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് എന്താ? ഉക്താസുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തന്വിത മുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസവൃത്തി അദാ ജഡോന്മത്യ പിശാചചര്യ. സ്വയം ഗതാ പാരമഹംസവൃത്തി അദാ ജഡോന്മത്യ പിശാചചര്യ. ഉക്ത സുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്തന്വിത മുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസവൃത്തി അദാ ജഡോന്മത്യ പിശാചചര്യ. വായിക്കാൻ പറ്റുമോ? വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഉക്ത്യാസുതോഫ്യത മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത്യനിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസവൃത്തിം അദാ ജഡോന്മത്ത പിശാചചര്യാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കൂ അടുത്താള്. ഉക്താസുദേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തി ഭക്ത്യനിതമുക്തിമാർഗം സ്വയം ഗതാ പാരമഹംസവൃത്തി അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ.
രണ്ടുപേരോട് വായിക്കൂ. വായിക്കാത്ത ആൾക്കാരൊന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ മാതാജി. ഉക്താസുതേഭ്യോദ മുനീന്ദ്ര മധ്യേ വിരക്തിഭക്തിന്നിത മുക്തിമാർഗം സ്വയം ഗതം പാരമഹം തിവൃത്തി അതാ ജഡോന്മത്ത പിശാചര്യം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഇനി ആരും പേടിച്ചിരിക്കണ, ഇവിടെ കടുവസുഖമൊന്നുമില്ല, എല്ലാരും മത്സരിയാണ്. വായിച്ചോളൂ. ഉക്ത്വാ സുതേഭ്യോദ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യാൻവിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഹരേ ഹരി കൃഷ്ണ. ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരാളോട് വായിക്കേ. ഹരേ കൃഷ്ണ. ഉക്ത്വാ സുതേഭ്യോഥ മുനീന്ദ്രമധ്യേ വിരക്തിഭക്ത്യാനിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തി അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇതാരാ വായിച്ചതെന്ന് പറഞ്ഞേ, പേര് പറ. ബിന്ദുപ്രഭ. ഹരേ കൃഷ്ണ മാതാജി. ബിന്ദുപ്രഭ. എവിടെ നിന്നാണ്? ഹരിപ്പാട് മാതാജി. ഹരിപ്പാട് തന്നെ. ഓക്കെ. ഇനി ഒരു പ്രഭുജിയുടെ വായിക്കൂ. വായിക്ക്. ജയ്പൂരാരും ഇല്ലേ ഇന്ന്? പ്രഭുജിമാർ ഒരാളേ ഉള്ളോ? വായിച്ചോളൂ. ഇല്ല മാതാജി, ഇവിടെ ഇല്ല. പ്രഭുജി ഇവിടെ ഇല്ല. വായിച്ചോ. ഉക്ത്വാ സുതേഭ്യോ അധ മുനീന്ദ്ര മധ്യേ വിരക്തിഭക്ത്യന്വിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യ വൃത്തിം അഥാ ജഡോന്മത്ത പിശാചചര്യാം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഏതായാലും എന്താ പറഞ്ഞ, കടുവറക്കാൻ വേണ്ടിട്ട് ഒരാളുണ്ടല്ലോ. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നത്. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? അനുഭവിച്ച് എന്താ കണ്ടാൽ അറിഞ്ഞില്ലെന്ന് കൊണ്ടാൽ അറിയട്ടെ എന്ന് പറയും അല്ലെ, എന്ന് പറയുന്നത് പോലെ എന്താ അവരുടെയൊക്കെ ഇതെന്ന് വെച്ചാൽ അതേപോലെ നടക്കട്ടെ. പരാത്മഭൂതോപി പരോപദേശ. ഭഗവാനുണ്ടല്ലോ, അവിടുന്ന് ബ്രഹ്മാവാണ്, മീൻസ് ഭഗവാനാണ് സ്വയം. എന്നിട്ട് എന്ത് ചെയ്തു? അന്യർക്ക് എന്താ കൊടുക്കുന്നത്? കുർവൻ ഭവാൻ സർവ നിരസ്യമാന. അതല്ല, മുക്ത്യാ സുതേഭ്യോദല്ലേ. മുക്ത്യാ സുതേഭ്യോദ മുനീന്ദ്ര മധ്യേ. മുനിമാരെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗത്തിൽ എന്ന് പറഞ്ഞ തപസ്സല്ലേ അവിടുത്തെ. യുഗധർമ്മം തന്നെ തപസ്സാണല്ലോ. അന്നേരം മുനികളാണ് കൂടുതലും ഉള്ളത്. അന്നേരം ആ മുനീന്ദ്ര പുങ്കവന്മാരുടെ മധ്യത്തിൽ വെച്ചിട്ട് ആർക്ക് എന്ത് കൊടുത്തു? വിരക്തി ഭക്തന്യത മുക്തിമാർഗം. സ്വന്തം പുത്രന്മാർക്ക് മുക്തിമാർഗം പറഞ്ഞു കൊടുക്കുന്നു. വിരക്തി ഭക്തി. വിരക്തി ഉണ്ടാവണം എല്ലാത്തിനോടും. നമ്മളാണെന്നുണ്ടെങ്കിൽ കടിച്ചു പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരാൾക്ക് ഭക്തി ഉണ്ടാവില്ല എന്നുള്ളത്. അന്നേരം വിരക്തി നമ്മളിപ്പം ഒരു സപ്താഹത്തിന് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ആചാര്യന്മാരാന്ന് പറയും ഒരിടത്ത് തന്നെ ഇരിക്കരുത് എന്ന്. എന്തുകൊണ്ടാ? അവിടെ ആ സ്ഥലത്തോട് തന്നെ നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും എന്നുള്ളത്. അതുകൊണ്ടാ ഈ വൃന്ദാവനത്തിലൊക്കെ പണ്ടേ പറയുന്നുണ്ട്, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില് ഇന്നിരുന്നു കഴിഞ്ഞാൽ അവര് അന്നത്തെ തപസ്സികളെല്ലാം എന്ത് ചെയ്യും? ആ വൃക്ഷത്തിൽ നിന്നിട്ട് വേറൊരു വൃക്ഷത്തിന് പിറ്റേ ദിവസം വേറൊരിടത്ത് പോകും എന്നുള്ളത്. അവരൊരിക്കലും ഒരിടത്തും തങ്ങില്ല എന്നുള്ളത്. സുഗമഹർഷി തന്നെ കണ്ടില്ലേ? സുഗമഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഒരിടത്തും തങ്ങില്ല. പക്ഷെ അങ്ങനെയുള്ള സുഗമഹർഷി ആർക്കാണ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത്? നോക്കെ ആ ഭഗവാന്റെ ഒരു ലീല. അല്ലാതെ തന്നെ ഭാഗവതം നമുക്ക് കിട്ടുമായിരുന്നു. പരീക്ഷത്തിന് 7 ദിവസമാണ് പറഞ്ഞു കൊടുത്തതെന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തെ മുക്തിപ്രാപ്തനാക്കിയില്ലേ എന്നുള്ളത്. അങ്ങനെയാണ് വിരക്തി വരണം. വിരക്തി വന്നാലേ ശുദ്ധ ഭക്തി ഉണ്ടാവും. ഇപ്പം നാമം തന്നെ ജപിക്കുന്നുണ്ട്. ആ നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ മൊത്തം നമ്മുടെ കുട്ടികളെ പറ്റിയോ അല്ലെങ്കിൽ കൊച്ചുമക്കളെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവരെ പറ്റിയോ ഇപ്പുറത്തുള്ളവരെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം അങ്ങനെ തന്നെയാ. നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അവിടെ ഇവിടെ എല്ലാം ഓടിയടക്കും. വെറുതെ നാവിന്റെ ഒരു എക്സർസൈസ് ഈ നാമം ജപം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് പിടിച്ച് നമ്മൾ ആ നാമത്തിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്തിട്ടേ അതിന്റെ ആ ഒരു ഫലം വരും. പക്ഷെ എന്ന് പറഞ്ഞ് നാമം ജപിക്കുന്നത് നിർത്താൻ പാടില്ല. എന്താ പതുക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ നാമജപത്തിൽ നിന്നിട്ട്. എന്ന് പറയുന്നത് പോലെ
വിരക്തി വരണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ആ ഭക്തി, യഥാർത്ഥ ഭക്തി അങ്ങോട്ട് വരാത്തെന്നുള്ളതാ. യഥാർത്ഥ ഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് വേറെ ഒരു നോട്ടവും കാണില്ല എന്നുള്ളതാ. അതുകൊണ്ട് വിരക്തിയും ഭക്തിയും മുക്തിമാർക്കും ആർക്കും ഉപദേശിച്ചു കൊടുത്തു? ശിവയോഗീശ്വരനെ തന്റെ മക്കൾക്ക് മുനിശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ വെച്ചിട്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വയം ഗതാ പാരമഹംസവൃത്തി അതോ ജഡോന്മത്യ പിശാചര്യ. സ്വയം എന്ത് ചെയ്തു? പാരമഹംസവൃത്തി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരം വിട്ടിറങ്ങി പരമഹംസനായിട്ട് അങ്ങ് ഇറങ്ങുക ചെയ്യുന്നത്. പരമഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭയോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ കുറേ കൂടി മുന്നോട്ട് അങ്ങ് പോയിന്ന്. വെറും ജഡോന്മത്യ പിശാചര്യ, ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനെ പോലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ സ്വയം ഉള്ളിലുള്ള ഭഗവാൻ സ്വയമാണല്ലോ. എന്നിട്ട് മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുട്ടികൾ വലുതായ സമയത്ത് ആ കുട്ടികൾക്ക് പിന്നെ എന്ത് പറഞ്ഞു കൊടുത്തു? മോക്ഷപ്രാപ്തി, മുക്തിമാർഗം പറഞ്ഞു കൊടുത്തു. അതുപോലെ വിരക്തി പറഞ്ഞു കൊടുത്തു. ഭക്തി എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തിട്ട് സ്വയംഗത പരമഹംസവൃത്തി, പരമഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജഡോന്മത്തെ പിശാചര്യമായിട്ട് കൂട്ടം എനിക്കില്ല. പിശാചിന്റെ കൂട്ടം അങ്ങനെ അല്ലെങ്കിൽ ഉന്മത്തരെ പോലെ ഒന്നുമല്ല. പരമഹംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ ആ മുഖത്തെ ആ തേജസ് തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണെന്നുള്ളത്. അങ്ങനെ പരമഹംസനായിട്ട് ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തു? ഉന്മത്തനായിട്ട് പിശാചിനെ പോലെ ഈ ലോകം മൊത്തം സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിക്കുമ്പോഴുണ്ടല്ലോ ആരും ഇദ്ദേഹത്തെ പറ്റി നോക്കില്ലല്ലോ. മനസ്സിലായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ രീതി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടു വേറൊരാളും അഭിനയിച്ചത്. ആരായിരുന്നു? ജഡഭരതന്. മനസ്സിലായി പറഞ്ഞ്. യഥാർത്ഥത്തിൽ ജഡഭരതൻ മൂകനും അല്ല, ബധിരനും അല്ല, ഒന്നും അല്ലായിരുന്നു. പക്ഷെ അഭിനയിക്കുമായിരുന്നു. എന്തുകൊണ്ടാ? കഴിഞ്ഞ ജന്മങ്ങളിലെ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഞാനൊരു മാനിന് വേണ്ടിയിട്ട് ആ മാനിന്റെ പുറയില് നമ്മൾ അറ്റാച്ച് ചെയ്തത് കൊണ്ട് എന്ത് പറ്റി? എനിക്ക് മാനിന്റെ ജന്മം, അടുത്ത ജന്മം കിട്ടി. എന്നിട്ടും പിന്നെ മുക്തി എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്തു? നേരെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. അന്നേരം എനിക്ക് മുക്തിമാർഗത്തിനുള്ള അവസരമാണ് ഭഗവാൻ തന്നത്. അതുകൊണ്ട് ഇനിയും ഞാൻ എല്ലാവരുമായിട്ട് ഒട്ടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മോഹനും ബധിരനുമായിട്ട് അഭിനയിക്കുമായിരുന്നു ജഡോന്മത്തൻ ചെയ്തത്, അല്ല ഭരതരാജ ചെയ്തത്. അതേപോലെ ഇവിടെ ഋഷഭയോഗീശ്വരനും അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ഉപദേശം കൊടുത്ത് മക്കളെ 9 പേരെ രാജ്യത്ത് ഭരതന് രാജ്യം കൊടുത്തും വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പരമഹംസ വൃത്യനായിട്ട് നേരെ കൊട്ടാരം വിട്ടിറങ്ങുക ചെയ്യുന്നത്. ഇനി അടുത്തത് പരാത്മപൂതോ വിപരോപദേശ കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിജജാന കൃഷ്ണ അഹീനാത്മരസാവിലീന. പരാത്മഭൂതോ വിപരോപദേശ കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിജജാന കൃഷ്ണ അഹീനാത്മരസാവിലീന. പരാത്മഭൂതോ വിപരോപദേശ കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിജജാന കൃഷ്ണ അഹീനാത്മരസാവിലീന. പരാത്മഭൂതോ വിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിജജാന കൃഷ്ണ അഹീനാത്മരസാവിലീന. അഹീനാത്മരസാവിലീന. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പരമാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിജചാര കൃതസ്നാം അഹിനാത്മരസാഭിലീനഃ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ആ. പരാത്മഭൂതോ അഭിപരോപദേശം കുർവൻ ഭവൻ സർവനിരസ്യമാന വികാരഹീനോ വിജചാര കൃഷ്ണാം അഹീനാത്മരസാഭിലീന. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കൂ. ഹരേ കൃഷ്ണ. വിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിജചാര കൃഷ്ണാമഹീനാത്മരസാഭിലീനഃ. വെരി ഗുഡ്. വായിച്ചു. വായിക്കാൻ തുടങ്ങിയത് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ.
പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിജചാര കൃഷ്ണം മഹീമഹീനാത്മരസാഭിലീനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിക്കാത്തവരോട് വായിക്ക്. ഹരേ കൃഷ്ണ മാതാജി. പരമാത്മബുധോ വിപരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിദചാര കൃഷ്ണം മഹീനാത്മരസാവിലീനഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി വായിക്കാത്തവർ വായിക്ക്. ഹരേ കൃഷ്ണ. പരമാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാനഃ വികാരഹീനോ വിജചാര കൃഷ്ണം മഹീനാത്മരസാഭിലീനഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ഒരാളോട് വായിക്കേ. വായിച്ചത് അംബികയാണ്. വായിക്കാത്ത ആൾക്കാരൊന്ന് വായിച്ചേ. വായിക്കാത്ത ആളുകൾ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. പരാത്ഭൂതോ അപി പരോപദേശം കുർവാൻ ഭവാൻ സർവനിരാസ്യമാന വികാരഹീനോ വിജചാര കൃഷ്ണം മഹീനാത്മരസാഭിലീന. ഹരേ കൃഷ്ണ. അഹീനാത്മ മാ എന്നുള്ളിടത്തുണ്ടല്ലോ, അഹി വായിക്കണേ. അഹീനാത്മ രസാവിലീന. വെരി ഗുഡ്. നല്ലോണം വായിച്ചു. എന്നിട്ട് ഇവിടെ എന്താ? പരാത്മഭൂതോപി പരോപദേശം. സ്വയം ഭഗവാൻ പരമാത്മാവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പരമാത്മാവിന്റെ ഉപദേശം വേറുള്ളവർക്കും കൂടി കൊടുക്കുന്നുള്ളതാണ്. പരാത്മഭൂതോപി പരോപദേശം. സ്വയം ഭഗവാൻ പരമാത്മാവാണ്. എന്നിട്ട് ആ പരമാത്മാവ് എന്ത് ചെയ്തു? വേറുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നു. കുർവൻ ഭവാൻ സർവനിരസ്യമാന. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും അങ്ങനെ ആ ഉപദേശം കൊടുത്ത് ഈ ലോകം മൊത്തം സഞ്ചരിക്കുന്നു എന്നുള്ളതാ. അങ്ങനെ മഹാത്മാക്കൾ അങ്ങനെയായിരുന്നു. സന്യാസിമാർ ഒരിടത്തിരിക്കത്തില്ല. എന്തിനു വേണ്ടിയിട്ടാ? ഒരിടത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് മാത്രമല്ലേ ആ ഉപദേശം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഇങ്ങനെ സഞ്ചരിക്കും എന്നുള്ളതാ. സഞ്ചരിച്ച് അവർ ഓരോ ദേശങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഹാൾട്ട് ചെയ്ത് വല്ല ആലിന്റെ മരമൊക്കെ കാണും. അന്നേരം അതിന്റെ ആലിന്റെ കീഴത്ത് ഇപ്പൊ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കളത്തെട്ടുകള് അങ്ങനെയൊക്കെ ആവുമ്പം ആരെങ്കിലും ഒരു സന്യാസി വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രാമപ്രദേശത്തിലുള്ളവരെല്ലാവരും അവിടെ കൂടും. എന്നിട്ട് അദ്ദേഹം അതിന്റെ കഥകൾ പറയും. എന്നിട്ട് അതിന്റെ തത്വങ്ങൾ പറയും. തത്വങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഉപദേശം കൊടുത്തു. ആ ദിവസം കാണാൻ അവിടെ നിന്ന് തങ്ങി പിന്നെയും സഞ്ചാരം തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെയും ഭഗവാൻ എന്താ? പരമാത്മാവാണ് ഭഗവാൻ സ്വയം. എന്നിട്ട് എന്താ ചെയ്തത്? പരാത്മഭൂതോപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യ മാന. എല്ലാവർക്കും ബ്രഹ്മോപദേശം കൊടുത്തു എന്നുള്ളതാ. വികാരഹീനോ വിജചാര കൃഷ്ണ അഹീനാത്മ രസാവിലീന. എന്നിട്ട് രാഗദ്വേഷ വികാരമില്ലാതെ ആണെന്നുണ്ടെങ്കിൽ എന്താ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്? തികഞ്ഞ ആത്മാനന്ദത്തില് മുഴുകിയവനായിട്ട് ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച് എല്ലാവർക്കും ബ്രഹ്മോപദേശം കൊടുത്തു എന്നുള്ളതാണ്. സ്വയം ഭഗവാൻ. ആലോചിച്ച് നോക്കൂലോ. അന്നേരം നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രചാരമാണ് മെയിനായിട്ട് വേണ്ടുന്നത്. ആ പ്രചാരം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? നമുക്ക് കിട്ടിയത് നമ്മളിൽ തന്നെ വെക്കുന്നു. പക്ഷെ ഭഗവത്ഗീത പറയുന്നുണ്ട്, ഭഗവാൻ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പ്രചാരം ചെയ്യുന്നുണ്ടോ അവരെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കയ്യിൽ തന്നെ ഇത് വെക്കരുത്. അതിന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടോ എന്നാണുള്ള ചോദ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ 1-2 തവണ പറഞ്ഞു കൊടുത്ത് പിന്നെ അവർ കേട്ടില്ലെന്നും കൊണ്ടല്ല, അവരുടെ വിധി അതായിരിക്കും. അതുകൊണ്ട് പിന്നെ അങ്ങ് വിട്ടേക്കണം. അവിശ്വാസിയായ വ്യക്തി ഉപദേശിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ശ്രമിക്കാതിരിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞ് പിന്നെയും നമ്മളെ പുച്ഛിക്കുവോ അല്ലാതെ പുച്ഛിച്ചോട്ടെ, അതിന് സാരമില്ല. പക്ഷെ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നു നമ്മളെ. പക്ഷെ അവരെ ആ ഹരേ കൃഷ്ണ എന്നുള്ള തിരിച്ച് പറയുക, പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പുണ്യം അവർക്ക് കിട്ടുമെന്നുള്ളതാ. അത്രയ്ക്കും പ്രാധാന്യമാണ് ഈ ഭഗവാന്റെ നാമങ്ങൾക്കുള്ളതെന്നുള്ളതാ. അങ്ങനെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഋഷഭദേവൻ എന്ത് ചെയ്തു? സ്വയം പരമാത്മാവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? പരോപദേശം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ ലോകത്തും ബ്രഹ്മോപദേശം എല്ലാവർക്കും കൊടുത്തിട്ട് വികാരഹീനനായിട്ട് ആനന്ദത്തിൽ ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചു എന്നുള്ളതാണ്. ശയൂവൃതങ്കോ മൃഗകാചര്യ ചിരം ചരണ്യാപവരൻ സ്വരൂപ
ദേവാഹൃദാംഗ കുടകാചലിതോ താവാൻ മമാവാ ഗുരുവാദനാഥ ശയോ മൃദംഗോ മൃഗകാകചര്യ ചിരഞ്ജരണ്യാപ്യപരം സ്വരൂപ ദേവാഹൃദാംഗ കുടകാചലിത താവാൻ മമാവാ ഗുരുവാദനാഥ ശയോ മൃദംഗോ മൃഗകാകചര്യ ചിരഞ്ജരണ്യാപ്യപരം സ്വരൂപ ദേവാഹൃദാംഗ കുടകാചലിത താവാൻ മമാവാ ഗുരുവാദനാഥ ശയുവൃതം ഓ മൃഗകാകചര്യ ചിരഞ്ജരണ്യാപ്യ പരം സ്വരൂപം ദേവാഹൃദാംഗ കുടകാചലിത താവാൻ മമാവാ ഗുരുവാദനാഥ ശയമൃതം ഗോ മൃഗകാകചര്യ ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദേവാഹൃദാംഗ കുടകാചലിത്വം താവാൻ മമാവാ ഗുരുവാദനാഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശയൂവൃതം ഗോ മൃഗകാകചര്യ ചിരം ചരന്നാപ്യ പരം സ്വരൂപം ദാവാക്യദാംഗ കുടകാചലേത്വം താവാൻ മമാവാ ഗുരുപാദനാഥ മമാവാ ഗുരുവാദനാഥ ദേവാഹൃദാംഗ കുടകാചലിതം താവാൻ മമാവാ ഗുരുവാദനാഥ ശയോവൃതം ഗോ മൃഗകാകചര്യ ചിരം ചരണ്യാപ്യ പരം സ്വരൂപം. വായിച്ചോളൂ അടുത്ത ആള്. ഹരേ കൃഷ്ണ. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദവാഹൃതാംഗ കുടകാചലിത്വം താവാൻ മമാവാ ഗുരുവാദനാഥ. ഹരി ഗോ ഹരേ കൃഷ്ണ. വെരി ഗുഡ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ശയൂവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേത്വം താപാൻ മമാവാ ഗുരുവാദനാഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ സൗണ്ട് കേട്ടിട്ട് കുറെ നാളായാലോ? ക്ലാസ്സിൽ കയറാറില്ലേ? ഉണ്ട് മാതാജി. ഞാൻ പക്ഷെ വായിക്കാൻ കയറുമ്പോ മറ്റുള്ളവരൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കേട്ടോണ്ടിരിക്കും. ഓ നല്ലത്. ഇനി അടുത്ത ആള് വായിക്കും. നല്ല വായിച്ചു. ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേത്വം തവാൻ മമാവാ ഗുരുവാദനാഥ. ഹരേ കൃഷ്ണ. ഹരി ഗോ ഹരേ കൃഷ്ണ. വായിക്കൂ അടുത്ത ആള്. വായിക്കേ പെട്ടെന്ന് പെട്ടെന്ന്. ഹരേ കൃഷ്ണ. ശയുവ്രതം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേത്വം താപാൻ മമാവാ ഗുരുവാദനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി വായിക്കേ. രണ്ടുപേരോട് വായിക്കേ പെട്ടെന്ന്. ഹരേ കൃഷ്ണ മാതാജി. ചതുർഭുജം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം തവാഹൃദംഗ കുടകാചലേത്വം തവാൻ മമാവാ ഗുരുവാദനാഥ. ഹരേ ഹരി ഗോ ഹരേ കൃഷ്ണ. ഇനി ആരേലും വായിക്കാനുണ്ടോ? ഒന്ന് വായിച്ചോളൂ. വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ശയൂവൃതം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യാപ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേത്വം താവാൻ മമാവാ ഗുരുവാദനാഥ. ഹരി ബോ ഹരേ കൃഷ്ണ. നമുക്ക് എന്തിനാ പേടിക്കുന്നത്? എന്ത് നല്ലോണം വായിക്കുന്നേ? നല്ലോണം വായിച്ചില്ലേലും സാരമില്ല, ഒന്ന് വായിച്ചാ മതി നിങ്ങള്. ഇനി അടുത്ത ആള്. ഒരാളുകൂടെ വായിക്കൂ. വായിക്കാത്തവര് വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശയോവൃതം ഗോമൃഗകാകചര്യാം ചിരം ചരണ്യ പരം സ്വരൂപം ദവാഹൃദാംഗ കുടകാചലേത്വം തപോംന മാ ഗുരു വാദ
താപാൻ. കുറച്ച് വായിക്കുമ്പോൾ അങ്ങ് ഗുരുവാദനാഥ ശരിയായിക്കോളും, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഗുരുവായൂരപ്പന്റെ ആ ഗുരുവായൂരപ്പന്റെ സർവത്ര ഏറ്റവും ഗോവിന്ദ വലിയ നാമ സഹായം ഉണ്ടായതുകൊണ്ടാ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് ഈ പുസ്തകം പോലും നമുക്ക് തൊടാൻ പറ്റുന്നത്. അതിനോട് പിന്നെ എന്തിനാ പേടിക്കുന്നത്? തെറ്റായിക്കോട്ടെ, വായിക്കുക. ഒരു 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 പ്രവചൂട് വായിക്കൂ. പ്രവചിമാരാരേലും ഉണ്ടെങ്കിൽ വായിക്കേ. ഇട്ടിട്ട് ഓടിയോ? ഞാൻ തന്നെ ഉള്ളു മാതാജി. വായിച്ചോ, ഒരു കുഴപ്പമില്ല. ഹരേ കൃഷ്ണ മാതാജി. ശയൂവ്രതം ഗോമൃഗ കാകചര്യാം ചിരം ചരന്നാപ്യ പരം സ്വരൂപം ഭവാഹൃതാംഗ കുടകാചലേ ത്വം താവാൻ മമാവാ ഗുരുവാദനാഥ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഭവാനല്ല, ഭവ അല്ല, ദായാട്ടോ അവിടെ ഭായല്ല. വെരി ഗുഡ്. എത്ര നല്ലോണം വായിക്കുന്നത്. ഇനി നേരെ പോയിട്ട് വായിക്കാമല്ലോ നമുക്ക് അമ്പലങ്ങളിലൊക്കെ. ബിന്ദുവിന്റെ കൂടെ അങ്ങ് പോയാൽ മതി കേട്ടോ വായിക്കാന്. ശയൂവ്രതം ഗോമൃഗാചര്യ. എന്നിട്ട് എന്താ? പെരുമ്പാമ്പിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാമോ? അത് എവിടെങ്കിലും അങ്ങനെ കിടക്കുമെന്നുള്ളതാ. അത് തീറ്റ തേടി പോവില്ല. തീറ്റ അതിന്റെ ഉള്ളിൽ വായിൽ വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വിഴുങ്ങിയിട്ട് അതെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടത്തുറങ്ങുമെന്നുള്ളതാ. അത് പെരുമ്പാമ്പിനെ പോലെ കിടക്കുക. പിന്നെ എന്താ? ചിരഞ്ജരണ്യാപ പരസ്വരൂപം. പിന്നെ പശുക്കള്, മാനുകള്, കാക്കകള് എന്നിവരുടെ ജീവിതകാലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു ഒട്ടലും ഇല്ലാതെ, യാതൊന്നിലും ഒരു ശ്രദ്ധിക്കാതെയും ഭഗവാന്റെ ആ ഒരു പരമാത്മാവിൽ ലയിച്ചിട്ടുണ്ടല്ലോ. എന്താ ഈ ഋഷഭയോഗീശ്വരന് ഇങ്ങനെ സഞ്ചരിച്ചു, എല്ലായിടത്തും ബ്രഹ്മോപദേശം കൊടുത്തിട്ട് അവസാന സമയത്ത് എന്ത് വന്നു? കുടജാത്രി വന്നു. കുടജാത്രി അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ മൂകാംബികയില് പോയി, അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീപ്പ് എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുടജാത്രി എന്ന് പറഞ്ഞ് എപ്പോഴും ജീപ്പിൽ ഇങ്ങനെ ആൾക്കാരെ വിളിക്കും എന്നുള്ളതാ. എന്നിട്ട് ആ കുടജാത്രിയില് കുടജാത്രി ഭയങ്കര മലയാ. എന്നിട്ട് ആ ജീപ്പൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളങ്ങ് പേടിച്ചു പോകുന്നുള്ളത്. അത് അവിടെ തന്നെയാണ്, കുടജാത്രി തന്നെയാണ് ശങ്കരാചാര്യ പീഠം. ആ വലിയ മലയിൽ ഇങ്ങനെ കേറി പോകണമെന്നുള്ളത് ആ ശങ്കരാചാര്യ പീഠത്തില്. അങ്ങനെ കുടജാത്രിയിൽ അതെന്നുണ്ടെങ്കിൽ കാട്ടുതീ ഉണ്ടായപ്പോഴാണെന്നുണ്ടെങ്കിൽ ഋഷഭയോഗീശ്വരൻ എന്ത് ചെയ്തു? ആ കാട്ടുതീയിലേക്ക് ഇറങ്ങി അങ്ങ് പോയി എന്നുള്ളത്. ഭഗവാനല്ലേ സ്വയം ഭഗവാന്റെ ധാമിലേക്ക് തിരിച്ചു പോയി. ഭഗവാനിൽ തന്നെ അംശാവതാരമായിരുന്നല്ലോ, ഭഗവാനിൽ തന്നെ അത് ലയിച്ചു കാണും. അങ്ങനെ അത് ശയൂവ്രതം കാകചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പെരുമ്പാമ്പിനെ പോലെ. അതിന്റെ അർത്ഥം എന്തുവാ? ഒന്നിനും ഒരു കാര്യത്തിന് നമ്മൾ പോകുന്നില്ല. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ പോലെ തന്നെ അവരെ ഉപദ്രവിച്ചില്ലെന്നുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കില്ല എന്നുള്ളതാ. അതേപോലെ എന്താ? ഭഗവാന്റെ ആ സ്വരൂപത്തിലെ ആനന്ദമയനായിട്ട് ആ ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആനന്ദത്തിൽ ലയിച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് അവസാനം ഇവിടെ വന്നു കുടജാത്രി വന്നപ്പോ അവിടെ കാട്ടുതീ ഉണ്ടായിരുന്നു. ആ കാട്ടുതീയിലേക്ക് അതെന്നുണ്ടെങ്കിൽ ശിവയോഗീശ്വരൻ ഇറങ്ങി പോകുന്നു. എന്നിട്ട് എന്താ? പട്ടതിരിപ്പാട് പറയുന്നത് എന്തുവാ? ഭഗവാൻ എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെന്നുള്ളതാ. ആ ഭഗവാൻ എന്താ വേണ്ടുന്നത്? മമാക്കൊരു വാദനാഥ, ഹേ വാദനാഥ, എന്റെയും കൂടി ഈ അസുഖം ഭേദമാക്കി തരണമേന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. മനസ്സിലായി പറഞ്ഞത്? അതുകൊണ്ടാ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ട്. 9, 15 ഭാഗവതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്യായത്തിൽ. പക്ഷെ ആ ഭട്ടതിരിപ്പാടിന്റെ ആ പാണ്ഡിത്യം നോക്കിക്കോണം. ഭാഗവതത്തില് 47 ശ്ലോകമൊക്കെ ഉള്ളത് 1-2 ശ്ലോകമായിട്ടൊക്കെ ചുരുക്കിയ നമ്മുടെ നാരായണൻ. പക്ഷെ എല്ലാം മാറ്റം ഉണ്ടെന്നാണ് എന്നുള്ളത്. രാമായണം തന്നെയാണെന്നുണ്ടെങ്കിൽ 34, 35. രാമായണം 24,000 ശ്ലോകം ഉള്ളതാ. പക്ഷെ ആ 2 അധ്യായത്തില് സകല കാര്യങ്ങളും ഭട്ടതിരിപ്പാട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാ ആ പാണ്ഡിത്യമാണ് ഈ പറയുന്നതെന്നുള്ളതാ. അന്നേരം പക്ഷെ നോക്കി ആ പണ്ഡിതന് പോലും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തന്റെ ഗുരുനാഥന്റെ വാതരോഗം പട്ടതിരിപ്പാട് ഏറ്റെടുത്തി എന്നുള്ളതാ. എന്നിട്ട് എന്താ? ആ ഒരു ഭഗവാന്റെ ഓരോ നിയോഗങ്ങളാ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടതിരിപ്പാട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് 100 ദിവസം ഭജന ഒരിക്കാനും കാണാൻ വരുമോ? ഇല്ല. അന്നേരം നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ? അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും. ഭഗവാൻ എന്തോ നമ്മളെ ഒരു നിയോഗം ഉണ്ട്. ആ നിയോഗത്തിൽ കൂടി നമ്മളെ ആയിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആ നിയോഗം നമ്മൾ ചെയ്യണം. ഇവിടെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് സ്വന്തം ഗുരുനാഥനായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ വാതരോഗം ഏറ്റെടുത്തു പട്ടതിരിപ്പാട്. എന്തിനു വേണ്ടിയിട്ടാ? അല്ലെന്നുണ്ടെങ്കിൽ 18,000 ശ്ലോകം നമുക്ക് ഈ നാരായണി എവിടെയാ കിട്ടുന്നത്?
ഒരിക്കലും കിട്ടില്ല. ഭട്ടതിരിപ്പാടിന് യാതൊരു അസുഖമില്ല, നല്ല സുഖമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാ നമുക്ക് ഈ നാരായണി കിട്ടുന്നേ ഇല്ല. അന്നേരം ഭഗവാൻ അവനെ അദ്ദേഹത്തെ ഒരു നിമിത്തമാക്കി. എന്തെങ്കിലുമൊക്കെ നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും അസുഖങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഭഗവാൻ എന്തിനോ വേണ്ടിയിട്ട് നമ്മളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മളെ പറഞ്ഞു വിട്ടത് തന്നെ അതിനു വേണ്ടിയിട്ടാ. ആ നിയോഗം നമ്മൾ പൂർത്തീകരിക്കണം. അന്നേരം നമ്മൾ വെറും ഭഗവാന്റെ എന്താ ചരടാണ്. മനസ്സിലായി പറഞ്ഞത്? ആ ചരടിനെ ഭഗവാൻ എങ്ങനെ വലിക്കുന്നുണ്ടോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാ. അന്നേരം അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, അർജുനൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല കുരുക്ഷേത്ര യുദ്ധത്തില്. എന്നെ കൊണ്ടായ ദ്രോണരെയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭീഷ്മരെയോ ഒന്നും കൊല്ലാൻ പറ്റത്തില്ല. ഞാൻ അതിനൊന്നും തയ്യാറുമല്ല എന്ന് പറയുമ്പോ പറയും, നീ ആരാ നീ 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 പറയുന്നു, ഞാൻ പറയുന്നു, നീ ആരാണ്? നീ ഒന്നുമല്ല. ഭഗവാൻ അങ്ങോട്ട് വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാ ദ്രോണരെ എല്ലാ ഭീഷ്മ ദ്രോണാദികൾ എല്ലാവരും ഉണ്ടല്ലോ ഭഗവാന്റെ വായിൽ കൂടി ഇങ്ങനെ പോവുക. എങ്ങനെയാ? ചത്ത് തന്നെ പോവുക. അന്നേരം ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനന് കീർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അർജുനനെ ഒരു നിമിത്തമാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തന്നെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ എല്ലാത്തിനും ഭഗവാൻ ഒരു നിമിത്തമാക്കി എടുക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചോണം. അല്ലാതെ നമ്മൾ ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇപ്പൊ രാധാനാഥ് മഹാരാജാന്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ അമ്പലത്തില് DT കിച്ചൺ ഉണ്ട്. DT കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് പ്രസാദം വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കിച്ചൺ ഉണ്ട്. അവർ ആ കിച്ചണിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണദീക്ഷ കിട്ടിയ ആൾക്കാർ മാത്രമേ അതിനകത്ത് പാചകം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നാമദീക്ഷ കിട്ടിയ ആൾക്കാർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അന്നേരം രാധാനാഥ് മഹാരാജാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ കിച്ചണിൽ വന്നിട്ട് നോക്കും, ഫോറിനർ ആണെന്ന് ഓർത്തോണം അമേരിക്കക്കാരന്. പക്ഷെ അവരുടെയൊക്കെ ആ ഒരു ഭക്തി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കീർത്തനം ചൊല്ലി അങ്ങോട്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ തെരുവ് തോറും അതല്ല നാമസങ്കീർത്തനം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഇങ്ങനെ നാമം ചൊല്ലുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താ ഭഗവാൻ സ്വയം വന്നിരിക്കുവാണോ എന്ന് വിചാരിക്കുന്നുള്ളത്. അദ്ദേഹത്തിന്റെ അത്രയ്ക്ക് ലയിച്ചാണ് അദ്ദേഹം നാമങ്ങൾ ചെല്ലുന്നത്. നമ്മൾ കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അതേപോലെ അങ്ങ് അദ്ദേഹത്തിന്റെ ഓരോ യാത്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്നുള്ളത്. നമ്മൾ സ്വയം നമ്മളെ തന്നെ മറക്കും ആ ഒരു രൂപത്തിലാണ്. എന്നിട്ട് ഈ രാധാനാഥ് മഹാരാജാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ വരുമ്പോ എന്തൊക്കെ ഉണ്ടാക്കി പറയും, ഞാൻ ഇന്നതുണ്ടാക്കി എന്ന് അവിടെ ഉള്ളവർ പറയുമ്പോ പറയും, നിങ്ങൾ ആരാ ഉണ്ടാക്കാനെ കൊണ്ട്? ഇതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് ശക്തി തന്നിട്ടല്ലേ, അല്ലെങ്കിൽ ഭഗവാൻ സ്വയം നിങ്ങളിൽ ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതുണ്ടാക്കാൻ പറ്റും? അന്നേരം ഞാൻ ഉണ്ടാക്കി എന്ന് പറയരുത്, ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി. അതാ പറയുന്നത്. ആ ഒരു ഭാവം നോക്കുക, ആ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ അങ്ങനെയാ, ഞാൻ ഇങ്ങനെയാ, ഞാൻ അത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ അത് കൊടുത്തു, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാന് എന്നിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലായി കഴിഞ്ഞാൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയുന്നത് അല്ലെ? സഞ്ജായതേ കാമ ക്രോധോ അഭിജായതേ. കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളെ അന്നേരം ആരെങ്കിലും അവിടെ നിന്ന് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? ക്രോധമാ വരുന്നത്. നീയല്ല, അന്നേരം ഒരു നീയല്ല ഇതൊന്നും ഉണ്ടാക്കിയതെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ പോലും അന്നേരം യഥാർത്ഥ ഒരു ഭക്തരല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവര് ഒട്ടനെ അവർക്ക് എന്ത് വരും? ക്രോധം വരും എന്നുള്ളതാ. എന്നിട്ട് ക്രോധാത്ഭവതി സമൂഹ. ക്രോധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് സമൂഹം ഉണ്ടാവും. സമൂഹം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? സ്മൃതി വിഭ്രമ വരും എന്നുള്ളതാ. സ്മൃതി നമുക്ക് ഭംഗം വരും എന്നുള്ളത്. നമുക്ക് ഓർമ്മ കുറവുകൾ എല്ലാം വരും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ക്രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രോധം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാം നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഭഗവാന് ഇതില് തന്നെ പറഞ്ഞിരിക്കുവാന്നുള്ളത് ഭഗവത്ഗീത പറഞ്ഞിരിക്കുവാണ്. ധായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ജായതേ സഞ്ജായതേ കാമ ക്രോധോ അഭിജായതേ. നമുക്ക് ആ ആഗ്രഹം സാധിച്ചു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്താവും? ക്രോധം ഉണ്ടാവും. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമുക്ക് അങ്ങനെ ക്രോധം ഉണ്ടാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമില്ലല്ലോ. നമുക്ക് യാതൊരു ആഗ്രഹവും ഇല്ല. നമുക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം എന്താ വേണ്ടുന്നത്? ഭഗവാന്റെ തൃപ്പാദ സേവ കിട്ടണം. അതിനു വേണ്ടിയിട്ട് മാത്രം ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധ്വരയായിരിക്കണം നമുക്കുണ്ടാവുന്നെന്നുള്ളത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാമം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ ക്രോധം ഉണ്ടാവും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? ധായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ജായതേ സഞ്ജായതേ കാമ ക്രോധോ അഭിജായതേ. എന്നിട്ടോ ക്രോധാത്ഭവതി സമൂഹ. ക്രോധം കൊണ്ട് നമുക്ക് സമൂഹം ഉണ്ടാവും. എന്നിട്ടോ സമൂഹാസ്മൃതി വിഭ്രമ. സമൂഹം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാല് എന്താവും? സ്മൃതി വിഭ്രമമാകും എന്നുള്ളതാണ്.
നമുക്ക് ഓർമ്മക്കുറവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ താനെ നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും കൊള്ളരുതാത്ത ഒരാളായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ എന്താ വേണ്ടതിനെ കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചു വെക്കുക. ആഗ്രഹങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇപ്പൊ അപ്പുറത്തെ വീട്ടുകാർ എന്തെങ്കിലും വാങ്ങിച്ചു, അല്ലെങ്കിൽ അയ്യോ അവര് വാങ്ങിച്ചല്ലോ, കാരണം നമുക്ക് നല്ലതാണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു കാർ വാങ്ങിച്ചെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലേഷൻ സമയത്തെങ്ങാണ് അവരോട് ഓടിച്ചെന്നൊന്ന് പറയാമല്ലോ, ഓ വാങ്ങിയത് നല്ലതായല്ലോ എന്നുള്ള ആ ഒരു ഭാവമാണ് നമുക്കെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ മനസ്സിൽ വരുന്നത്. അതേസമയം നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഓ കണ്ടോ, എവിടുന്ന പൈസ എന്ന് അറിയത്തില്ല, ഇങ്ങനെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്തായി, നമുക്ക് കുറച്ച് BP കൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹമാകാം. ആഗ്രഹം എങ്ങനെയുള്ള ആഗ്രഹമായിരിക്കണം? ഭഗവാന്റെ തൃപ്പാദ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിരിക്കണം. ആ ആഗ്രഹം നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കണമെന്ന് ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാനെ അല്ല യഥാർത്ഥത്തിൽ സേവിക്കേണ്ട ഭഗവത് ഭക്തന്മാരെയാണ്. ആ ഭഗവത് ഭക്തന്മാരെ സേവിക്കാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് തരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് എപ്പോഴും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തില് നമുക്ക് ഈ നാരായണീയം സമർപ്പിക്കാൻ. നമുക്ക് പട്ടതിരിപ്പാട് തന്നെ പറയുന്ന എന്താ, ഭഗവാനെ അങ്ങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ വാതാലയേശ എന്താ ചെയ്യേണ്ടത്, എന്റെ വാതരോഗം കൂടി മാറ്റിത്തരണേ എന്നുള്ള ആ പ്രാർത്ഥന എപ്പോഴും പട്ടതിരിപ്പാട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തില് നമുക്കും ഈ നാരായണീയത്തെ സമർപ്പിക്കാം. ഒരേ ഒരു പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ ഭക്തവത്സല എപ്പോഴും എന്താ ചെയ്യേണ്ടത്? അങ്ങ് ആരാണ്? ശരണമേഘടേ ഗരുഡവാഹന, ശരണമേഘണേ ഗർവനാശന, ശരണമേഘണേ സച്ചിദാനന്ദ, ശരണമേഘണേ ഭക്തവത്സല, ശരണമേഘണേ ഭക്തവത്സല എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ നാരായണീയ ക്ലാസ് ഇവിടെ നിർത്താം.